പെട്രോളിൻ്റെ പൈപ്പും ലീക്കുണ്ട്. പൈപ്പ് മാറ്റിയപ്പോഴത്തേക്ക് എന്തായാലും ഈ ഫിൽറ്ററും കൂടെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച്. നമുക്ക് തുറന്ന് നോക്കാം അതിനകത്ത് എത്രത്തോളം അഴുക്കൊക്കെ പിടിച്ചെന്ന് നോക്കാം. ഒരു 6 മാസമായി എന്തായാലും ഈ സാധനം ഇട്ടിട്ട്. പേപ്പർ ഫിൽറ്ററാണ് സംഭവം, പക്ഷെ ഒരുപാട് ഉപയോഗം. ഇതൊക്കെ നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ വരുന്ന അഴുക്കുകളാണ്. ഇതാണ് നമ്മുടെ കാർബറേറ്ററിനെ ചീത്തയാക്കുന്നത്. മിനുങ്ങുന്ന തിളങ്ങുന്ന അഴുക്കുകളൊക്കെ, മണ്ണൊക്കെ ഉണ്ട്, മണ്ണ്, മെറ്റൽ പാർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. വണ്ടി 2012 മേടിച്ചാണ്. ഇത്രയും പൊടിയൊക്കെ അടിച്ചിരുന്നപ്പോൾ പുള്ളിക്ക് ഒരു ഇമ്പ്രഷൻ പോയി നമ്മുടെ വണ്ടിയുടെ. ഞാൻ പറഞ്ഞു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുന്ന പറഞ്ഞു. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തിളങ്ങാൻ വേണ്ടി വേറൊരു ഐറ്റം സാധനം എൻ്റെ ഉണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാം. നമുക്ക് ഫുള്ള് തിളങ്ങിയ, ഇന്ന് വണ്ടി ഫുള്ള് തിളങ്ങുന്ന ദിവസമാണ്. ഓ, അതിൻ്റെ തിളക്കം നോക്ക്. ജസ്റ്റ് സിമ്പിളായിട്ട് തേക്കുന്നേ ഉള്ളൂ. ഞാൻ പ്രസ് ചെയ്യുന്ന പോലുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായി ഈ ഭാഗത്ത്. ഇവിടേക്കൊന്ന് തേക്കാം. ഓ നൈസ്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. അതായത് ഫ്രീ ആയിട്ടിങ്ങനെ ആയിപ്പോകുന്നു ഈ സാധനം. ഇതാ ചീത്തയായത്, ഇതാണ് ലീക്കായത്. ഈ ഡാമേജ് था या वो डैमेज था? ये था. കഴിഞ്ഞ മാസം ഗോവയിൽ നിന്ന് വണ്ടി വൃത്തിയാക്കിയതാണ്. 1 മാസമായി മുംബൈയിലെത്തി. ഇത്ര അഴുക്ക് എൻ്റെ വണ്ടിയിൽ ഇതുവരെ വന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അഴുക്ക്. ഹെൽമെറ്റ് പോലും എന്താ ഫുൾ വാഷ് ചെയ്യണം. ഇന്ന് വണ്ടിയുടെ എപ്പിസോഡാണ് കേട്ടോ. വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. എൻ്റെ വണ്ടിയുടെ അഴുക്ക് നോക്ക്. ഒരാഴ്ചയായിട്ട് ഞാൻ വണ്ടി എടുത്തില്ല, ടച്ച് ചെയ്തില്ല. അത് ഫുൾ അഴുക്ക് നോക്ക്. ഇത്ര അഴുക്കായിട്ട് എൻ്റെ വണ്ടി ഇതുവരെ ഇരുന്നിട്ടില്ല. എന്തൊക്കെയാണ് ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന സിമെൻ്റൊക്കെ. സിമെൻറ്റാണ്. എന്താണെന്നറിയോ സിമെൻറ്റ് വന്നേക്കുന്നത്? കാരണം എന്താ, ഇവിടെ ഇതിൻ്റെ വർക്ക് ഇവിടെ നടക്കുമായിരുന്നു. ഫുൾ പൊടിയും സിമെൻറ്റും പെയിൻറ്റും ഒക്കെയാണ് ഇതിൽ പറ്റിയിരിക്കുന്നത്. എല്ലാം വാട്ടർ ബേസ്ഡ് പെയിൻ്റൊക്കെയാണ്. കഴുകിയാൽ പോകുന്ന പെയിൻ്റാണ്. ഉണ്ടോ ഈ സൈഡിലൊക്കെ സിമെൻറ്റൊക്കെ പിടിച്ചിരിക്കുന്നു നോക്ക്. വാർത്തിട്ടേക്കുന്നു, പൂശിയിട്ടേക്കുന്നു. ഫുൾ കുളമായി. ഇതിന് പണിയുണ്ട്. അതാണ് ഞാൻ 5 ദിവസം വണ്ടി എടുക്കാതിരുന്നത് കേട്ടോ. 5-6 ദിവസം എത്രയാണെന്ന് അറിയത്തില്ല, എടുക്കുന്നേയില്ല വണ്ടി. ഇതാണ് പ്രശ്നം. ഫോർക്ക് ലീക്ക്, ഓയിൽ സീൽ ലീക്ക്. അപ്പോൾ ഇത് മൊത്തം മാറ്റണമെങ്കിൽ 1000 രൂപ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിന്ന് കൊണ്ട് ശരിയാക്കാം, വണ്ടി ഫുള്ള് വൃത്തിയാക്കാം. വണ്ടി ലോങ് റൈഡിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഞാൻ ഓടിച്ചല്ലോ. എൻ്റെ വണ്ടി ഒരു 5500 കിലോമീറ്റേഴ്സായി. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്നത് വരെ മൊത്തത്തിൽ ഒരു 5500 5600 റേഞ്ചായി കിലോമീറ്റേഴ്സ്. അപ്പോൾ ലോങ് റൈഡിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീലിളക്കുവാണ്. ഫുള്ള് മൊത്തം ചിലവും കൂടെ ഒരു 850 രൂപ ആവുമെന്ന് പറഞ്ഞ്. ഫുൾ ചിലവ്, പുള്ളിയുടെ ചാർജസും പാർട്സിൻ്റെ എല്ലാം കൂടെ. എനിക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഇതിന് മുമ്പേ തന്നെ പാർട്സ് മേടിച്ചപ്പോൾ തന്നെ ഇത്ര ആയായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇത്ര ആവുമെന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇതിനകത്ത് മാസ്റ്റർ സിലിണ്ടറോ എന്തോ സാധനം പോയി. ഇത് പിടിക്കുന്നില്ല, ഈ ബ്രേക്ക് പിടിക്കുന്നില്ല. അപ്പോൾ അതും മാറ്റണം. പിന്നെ ഇവിടുന്ന് ലീക്കുണ്ട്. ഈ പൈപ്പ് ലീക്കുണ്ട്. ഇവിടുന്നോ ലീക്കുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. അതും മാറ്റണം. അല്ലാതെ ലോങ് റൈഡിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയത്, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എല്ലാം ഞാൻ പറയാം. ശരിക്കും ലോങ് റൈഡിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ചെയിനൊക്കെ ഉണങ്ങിയിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. വണ്ടി പക്ക കണ്ടീഷനാക്കി വെച്ചു, റണ്ണിങ് കണ്ടീഷൻ. ഏതൊക്കെ പാർട്സാണ് പ്രശ്നം അതെല്ലാം ചേഞ്ച് ചെയ്തു. പക്ഷെ ഞാനിത് 6000 കിലോമീറ്റർ മുന്നെയാണ് ചേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഇത് റണ്ണിങ്ങിന് മുന്നേ, ട്രിപ്പിന് മുന്നേ ഇത് ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അതേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇടയ്ക്ക് വെച്ച് പ്രശ്നമായത്. ഈ കേബിൾസ് എല്ലാം മാറണം, പുതിയതാക്കണം. നമ്മളിപ്പോൾ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ
ബ്രേക്ക് കേബിൾ, ക്ലച്ച് കേബിൾ എല്ലാം മാറ്റണം. പുതിയ തന്നെ ഇടണം, വഴി വെച്ച് പൊട്ടിപ്പോരുത്. പിന്നെ ബ്രേക്ക് ഷൂസ് മാറ്റണം. ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂസും മാറ്റണം. എല്ലാം പുതിയതാക്കണം. കണ്ടീഷനാണോ എന്ന് ചെക്ക് ചെയ്യണം. ആസ് ഗുഡ് ആസ് ന്യൂ, വണ്ടി പുതിയതുപോലെ ഇരിക്കണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും കിടക്കും വഴിയിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ പക്കയാണോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതും ചെക്ക് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്റർ, ഞാനിപ്പോൾ ഇതിനകത്ത് എയർ ഫിൽറ്റർ യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ ക്യാൻഡൻ്റെ എയർ ഫിൽറ്ററാണ്. ക്യാൻഡൻ ഉപയോഗിക്കേണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോർമൽ എയർ ഫിൽറ്റർ തന്നെ ക്യാൻഡൻ്റെ സാധനം. കാരണം ക്യാൻഡനിൽ ഫിൽട്രേഷൻ ഇച്ചിരി കുറവാണ്, എയർ ഫ്ലോ കൂടുതലാണ്, ഫിൽട്രേഷൻ കുറവാണ്. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് നമ്മൾ ഫുൾ പൊടിയൊക്കെയാണ്. അപ്പോൾ പൊടിയുടെ ഇതിൽ ഫിൽട്രേഷൻ കുറവാണെങ്കിൽ എഞ്ചിനകത്ത് പൊടി ഒരുപാട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ക്യാൻഡൻ ഊരിയിട്ട് മറ്റേ സാധാ ഫിൽറ്റർ ഇട്ടാലും ആ ക്യാൻഡനോടൊക്കെ എൻ്റെ ബാഗിനകത്ത് ആണെങ്കിൽ സ്പേസും ഇല്ല, അതും കൊണ്ട് നടക്കേണ്ടി വരും ഫുൾ ടൈം. തൽക്കാലം ക്യാൻഡനിട്ട് ഓടിക്കാമെന്ന് വിചാരിച്ച്. ഫുൾ അഴുക്കല്ലേ, ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് കാണുമ്പോൾ തന്നെ വിഷമമാവുന്നു. ബോംബെയിൽ റേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ, വണ്ടി പണിയാനും ശരിയാക്കാനും. കാരണം ഒത്തിരി വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് സിസ്റ്റംസ് ഓഫ് സെയിൽ വരുന്നുണ്ട് വണ്ടികൾക്ക്. ഇതുണ്ട്, ഇത് മൾട്ടി ബ്രാൻഡിൻ്റെ ഷോറൂമാണ്. വെച്ചാൽ പുതിയ വണ്ടികളതല്ല, ഹോണ്ട, ഹീറോയുടെ വണ്ടിയുണ്ട്, അപ്രീലിയയുടെ വണ്ടി വരുന്നുണ്ട്, TVS ഫാസ്റ്റ് മൂവിങ് വണ്ടികളെല്ലാം ഇവർ എടുത്തിവിടെ വെച്ചേക്കുവാണ്. അപ്രീലിയയുടെ SXR 160 പുതിയ വണ്ടിയാണ്. ഇതിൻ്റെ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. ये बाइक और स्कूटर मिक्स करके बनाया. ഇതിൻ്റെ ഫോർക്കുണ്ട്, നമ്മുടെ FZയുടെ അത്രയും കനമുണ്ടെന്ന് തോന്നുന്നു. വലിയ ടയർ, ABS SXR 160. നമ്മുടെ വണ്ടി നോക്കാം. ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓൺ സ്പോട്ട് വണ്ടി കിട്ടും, ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സിനൊക്കെ റേറ്റ് കുറവാണ്. പിന്നെ ചില എക്സ്ട്രാ ഫിറ്റിങ്സ് ഫ്രീ ആയിട്ടും കിട്ടും. ഷോറൂമിൽ നിന്ന് മേടിക്കുന്നതിനേക്കായി ലാഭമുണ്ട്. അതാണ് ഇവർ ഇങ്ങനത്തെ തുടങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ ചോദിച്ചു ഇവരുടെ അടുത്ത്, അപ്പോഴാണ് ഇവർ പറഞ്ഞത്. ഇതാണ് ലീക്കായത്. ഈ ഡാമേജ് താ യാ വോ ഡാമേജ് താ? ഈ താ. ഈ സീൽ കുഴപ്പമില്ലായിരുന്നു, ഇത് വലത്തെ സൈഡിലെയാണ്, ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷെ മറ്റേ സീലാണ് ഡാമേജ് ആയിരിക്കും. നമുക്ക് നോക്കാം, അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ഇത് ഡാമേജ് ആണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. അത് തേഞ്ഞു പോയി. ഇത് പുതിയതല്ല, ഇത് കുഴപ്പമില്ലാത്തത്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടുന്നില്ല, അതായത് ഫ്രീ ആയിട്ടിങ്ങനെ ആയി പോകുന്നു ഈ സാധനം. ഇതാ ചീത്തയായത്.
स्प्रिंग, इसको क्या बोलते हैं? पंप, ब्रेक पंप. ബ്രേക്ക് പമ്പ് ചീത്തയായി. 80 രൂപ ബ്രേക്ക് പമ്പ്, 80 രൂപ ഓയിൽ, ബ്രേക്ക് ഓയിൽ, 160 റുപ്പീസ് മൊത്തം കൂടെ. ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളായി, ഒരുപാട് വർഷങ്ങളായി. ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഇതിൻ്റെ ഫ്ലൂയിഡ്. സ്ക്രാച്ച് വീണിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ഈ സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഈ ലീക്ക് ആയത്, അറിയത്തില്ല. എന്തായാലും ഇട്ട് നോക്കാം. ഇതാണ് ഫോർക്ക് ഓയിൽ. നമ്മൾ ഓയിൽ സീൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫോർക്ക് ഓയിൽ ഒഴിക്കണമല്ലോ. അപ്പം ഒരെണ്ണത്തിൽ 2 ബോട്ടിലാണ് ഒഴിക്കുന്നത്. 65 റുപ്പീസ് ഒരു ബോട്ടിലിന്. കോൺസെപ്റ്റ് ഞാൻ മാറിയതായിരുന്നു ട്രിപ്പിന് മുന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസായി, ടൈറ്റ് ചെയ്യണം. नया कॉन्सेप्ट लगाया था, इसके बाद टाइटिंग नहीं किया. പെട്രോളിൻ്റെ പൈപ്പും ലീക്കുണ്ട്, അപ്പോൾ അത് മാറ്റാം. വണ്ടി വാഷ് ചെയ്യുന്നു. ഫുൾ അഴുക്ക് ചെളിയായിരുന്നു. ഇപ്പോൾ ലോങ് റൈഡിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ലോങ് റൈഡ് എന്ന് വെച്ചാൽ, ലോങ് റൈഡ് ആയാലും ഷോർട്ട് റൈഡ് ആയാലും എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ വണ്ടി എപ്പോഴും കണ്ടീഷനായിരിക്കണം. വണ്ടിയുടെ കണ്ടീഷൻ നമ്മുടെ ഹെൽത്ത് കണക്കാണ്. വണ്ടി നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹെൽത്ത് നോക്കുന്നത്, അതല്ലോ ഫുൾ ടൈം നമ്മൾ നോക്കത്തില്ലേ. സെയിം അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ലോങ് റൈഡിനായപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച സിമ്പിൾ കാര്യമാണ്, വണ്ടിയുടെ എല്ലാ പാർട്സും പെർഫെക്റ്റ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണമെന്നായിരുന്നു. അതിന് ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റി. ചെയിൻ സ്പ്രോക്കറ്റ് പുതിയതിട്ട്, ടയർസ് പുതിയതാണ്. ടയർസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മളിപ്പോൾ ടയറിൽ സേവ് ചെയ്യുന്ന പൈസ നമ്മൾ ഭയങ്കര സേവിങ്സ് ആയിട്ടൊന്നും കണക്ക് കൂട്ടരുത്. കാരണം ടയർ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ വണ്ടിയും റോഡും നമ്മുടെ സേഫ്റ്റിയും തമ്മിലുള്ളൊരു ബന്ധം. സോ ടയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നല്ല പുതിയ ടയർ ആയിരിക്കണം. നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റോഡിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികളിൽ നിന്നൊക്കെ നട്ടും ബോൾട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴെ വീണ് കിടക്കും. അതിൻ്റെ പുറത്തോടൊക്കെ കയറിയാൽ ചിലപ്പോൾ ടയർ സീനാവും. അപ്പോൾ നോക്കി അങ്ങോട്ട് ഓടിച്ചാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ചെയിൻ സ്പ്രോക്കറ്റ്, ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ലൂബ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് വഴിയിലൊക്കെ ഉള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഓയിലൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കണം. ഏത് ടൈപ്പ് ലൂബായാലും കുഴപ്പമില്ല. ചെയിൻ ഒന്ന് ഓയിൽ ആയി നിന്നാൽ മതി, നനഞ്ഞ് നിന്നാൽ മതി, ഓയിലിൻ്റെ നനവുണ്ടായാൽ മതി. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബ്രേക്കല്ലല്ലോ, ഗിയർ ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചെയിൻ ലൂബ്, അത് പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ വഴിയിൽ നിന്നൊക്കെ നമുക്ക് ഒപ്പിക്കാം. വഴിയിൽ ഓരോ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ഒപ്പിക്കാം. അവരുടെ ചെയിൻ ലൂബ് ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ചെയ്തു തരും.
പൈപ്പ് മാറ്റിയപ്പോഴത്തേക്ക് എന്തായാലും ഈ ഫിൽറ്ററും കൂടെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച് പുതിയ ഫിൽറ്റർ ഇടും. അത്രയൊക്കെ ഉള്ളൂ, ഒരു 6 മാസമൊക്കെ ഉള്ളൂ ഈ ഫിൽറ്ററിൻ്റെയൊക്കെ വാലിഡിറ്റി. എന്തായാലും കാർബറേറ്റർ ചീത്തയാവുന്നതിനൊക്കെ നല്ലതല്ലേ ഫിൽറ്ററും പൈപ്പും ഒക്കെ ചീത്തയാവുന്നത്. ശരിക്കും പൈപ്പിൻ്റെ ലീക്ക് അല്ലായിരുന്നു, ഈ ഫിൽറ്ററിൻ്റെ ഇവിടുന്ന് ലീക്കായതാണ്. നമുക്ക് തുറന്ന് നോക്കാം അതിനകത്ത് എത്രത്തോളം അഴുക്കൊക്കെ പിടിച്ചെന്ന് നോക്കാം. ഒരു 6 മാസമായി എന്തായാലും ഈ സാധനം ഇട്ടിട്ട്. കിത്തന മട്ടി. നോക്ക്, അഴുക്കുണ്ട. ഇത്രയും അഴുക്ക് നമ്മുടെ കാർബറേറ്ററിനകത്ത് കയറേണ്ടുന്നതായിരുന്നു. ഞാൻ വെയിലത്തുകൊണ്ട് കാണിച്ചു തരാം. ഇത്ര അഴുക്ക് നമ്മുടെ കാർബറേറ്ററിനകത്ത് കയറേണ്ടുന്നതായിരുന്നു. നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്, നല്ല സംരക്ഷണം നൽകിയിട്ടുണ്ട് കാർബറേറ്ററിനെ. 15 രൂപയ്ക്ക്. നോക്ക്, കളർ നോക്ക്. പേപ്പർ ഫിൽറ്ററാണ് സംഭവം, പക്ഷെ ഒരുപാട് ഉപയോഗം. ഇതൊക്കെ നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ വരുന്ന അഴുക്കുകളാണ്. ഇതാണ് നമ്മുടെ കാർബറേറ്ററിനെ ചീത്തയാക്കുന്നത്. മിനുങ്ങുന്ന തിളങ്ങുന്ന അഴുക്കുകളൊക്കെ, മണ്ണൊക്കെ ഉണ്ട്. മണ്ണ്, മെറ്റൽ പാർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എന്തായാലും വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ടോട്ടൽ 1000 രൂപയായി ഈ സാധനം. ഇത് 20 റുപ്പീസുള്ള സാധനമാണ്. സിൽവർ ഷൈൻ എന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് വാക്സ് പോളിഷാണ് ഇത്. സ്പോഞ്ചാണ് ഇതിനകത്ത്. ഇത് വെച്ച് നമുക്ക് ഫുള്ളൊന്ന് പോളിഷ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റിവ്യൂ നോക്കാം. നോർമൽ ഒരു സ്പോഞ്ച് പോലെയാണ്, നമുക്ക് തുറന്ന് നോക്കാം. നോർമൽ ഒരു സ്പോഞ്ചാണ്, പക്ഷെ ഇതിനകത്ത് ഫുള്ള് വാക്സാണ്. ഓ, അതിൻ്റെ തിളക്കം നോക്ക്. ജസ്റ്റ് സിമ്പിളായിട്ട് തേക്കുന്നേ ഉള്ളൂ, ഞാൻ പ്രസ് ചെയ്യുന്ന പോലുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായി ഈ ഭാഗത്ത്, ഇവിടേക്ക് ഒന്ന് തേക്കാം. ഓ നൈസ്. 20 റുപ്പീസ്. ഇതിന് ഈ സാധനം നാട്ടിൽ കിട്ടുമെന്ന് നോക്ക്. നാട്ടിൽ കിട്ടുമെങ്കിൽ ഒരെണ്ണം മേടിക്കുന്നത് നല്ലതാണ് എല്ലാവരും. വണ്ടി തിളങ്ങും, നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ പോളിഷ് ഉണ്ട് കേട്ടോ അതിൽ. നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നു.